ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയില് ഉണർന്നിരിക്കുന്ന ഒരാളുണ്ട്. ഉറക്കിയിട്ട് വീഡിയോ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ ഉറങ്ങുന്നില്ല. അപ്പൊ ഇനി എങ്ങനെയാവും വീഡിയോ മൊത്തം എടുക്കാൻ പറ്റുമെന്നൊന്നും അറിയാൻ പാടില്ല. എന്തായാലും നമുക്കിന്നൊരു ലോങ് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഇത് അപ്പൂസിനോട് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൂസിന് അമ്മയെ പറ്റി എന്തൊക്കെ കാര്യങ്ങൾ അറിയാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ ഞാൻ കാജൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ കാജൽ വെച്ചിട്ട് ഞാൻ ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ കറക്റ്റ് ആണ് ആൻസർ പറയുന്നതെങ്കിൽ അപ്പൂന് ഈ കാജൽ കൊണ്ട് എന്റെ മുഖത്ത് വരയ്ക്കാം. അതുപോലെ തന്നെ അപ്പു തെറ്റാ പറയുന്നെങ്കിൽ ഈ കാജൽ കൊണ്ട് ഞാൻ അപ്പൂന്റെ മുഖത്ത് വരയ്ക്കും. അപ്പൊ ഏറ്റവും കുറവ് വരെ ആരുടെ മുഖത്താണ് വന്നിരിക്കുന്നത് അയാളാണ് വിൻ ചെയ്യുന്നത്. അപ്പൊ അപ്പൂസിന് എന്തൊക്കെ കാര്യങ്ങള് എന്നെ പറ്റി അറിയാന്നുള്ളതാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്കിനി ഒത്തിരി വലിച്ചു നിന്നിട്ടുണ്ട്, നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 1 അമ്മയുടെ ഫേവറേറ്റ് ഫുഡ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ്, അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു ഫുഡ്. ഫുഡിന്റെ കാര്യം പറയുമ്പോൾ അപ്പൂന് കൺഫ്യൂഷൻ വരും, കാരണം എനിക്ക് ഇഷ്ടമില്ലാത്ത ഫുഡ് അങ്ങനെ വളരെ ചുരുക്കമാണ്. എനിക്ക് എല്ലാ ഫുഡും ഫേവറേറ്റ് ആണ്. എന്നാലും അതിലേതെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. കുഴിമന്തി ശരി ഉത്തരാണ്. കുറച്ച് നാൾ മുന്നേ വരെ ബിരിയാണി ആയിരുന്നു, ഇപ്പൊ അത് മാറി മന്തിയിലേക്ക് ആയിട്ടുണ്ട്. അപ്പൊ അപ്പു കറക്റ്റ് ആൻസർ പറഞ്ഞ. അപ്പൊ അപ്പൂന് ഈ ഒരു കാജൽ വെച്ചിട്ട് എന്നെ മുഖത്ത് വരയ്ക്കാം. ഒരു വരയിട്ടാ പോലെ എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം, മീശയായിട്ട് വരയ്ക്കാം, എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. ചരിത്രവാസി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അമ്മയ്ക്ക് പോകാൻ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം. ബീച്ച്. എനിക്കാ ഇത് അപ്പു എന്തായാലും പറയില്ല, അപ്പുന് അറിയില്ല. വണ്ടർല. അപ്പൊ അപ്പു ആൻസർ തെറ്റിച്ചു പറഞ്ഞു. അമ്മയ്ക്ക് പോകാൻ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഏതാന്നറിയോ? അങ്ങനെ ഒരു സ്ഥലമില്ല, എനിക്ക് എല്ലാ സ്ഥലത്തും പോകാൻ ഇഷ്ടം. ഏറ്റവും കൂടുതൽ തണുപ്പുള്ള സ്ഥലങ്ങളിൽ പോകാനാണ് എനിക്ക് ഇഷ്ടം. ഇടുക്കി. പിന്നെ ഇടുക്കിയിലാണ് ഏറ്റവും കൂടുതൽ തണുപ്പ്. അല്ല, അപ്പൂസ് തെറ്റിച്ചു. അപ്പൊ നമുക്ക് ഇതും കൊണ്ട് അപ്പൂസിന് ഒരു വര വരയ്ക്കാവേ. അത് ഞാൻ ആലോചിക്കാം. ഒന്ന് കാണിച്ചു കൊടുത്തേ, എല്ലാരും കാണിച്ചപ്പോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അമ്മയുടെ ഫേവറേറ്റ് ആക്ടർ. മലയാളത്തിലും തമിഴിലും ഉള്ള അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നടന്റെ പേര്. വിജയ്. മലയാളത്തില് ഇതെന്തായാലും അപ്പൂസ് പറയാം, അപ്പൂസിന് അറിയാം. മമ്മൂട്ടി എന്റെ ഫേവറേറ്റ്, കാരണം എപ്പോഴും ഇവിടെ അടിയാണ് ഞങ്ങള്. അപ്പൊ അപ്പൂസ് തന്നെ കറക്റ്റ് ആൻസർ. അപ്പൂസിന് വരയ്ക്കാട്ടോ. അവസാനത്തെ കാണിച്ചു കൊടുക്ക്. കാണാൻ പറ്റുമായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, അമ്മയ്ക്ക് ഈ വീട്ടില് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആള്. അതോ അപ്പൂസ് പറയും അച്ഛ. അപ്പൊ നിങ്ങളോ? അച്ഛ അല്ല, നിങ്ങളോ? അപ്പൊ കുഞ്ഞാവ. ഏറ്റവും ഇഷ്ടമുള്ള ആള് പറ, ഒരു ആൻസർ പറയാൻ പറ്റുള്ളൂ. അച്ഛ. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഇട്ടേക്കണം, കാരണം അപ്പൂസിന് നോക്കൂ. ഹായ് പറ. ഹായ്. വരയ്ക്കട്ടെ, കാണിച്ചു. ഈശവാദവൻ. അപ്പൊ എന്റെ മീശ ഫുള്ളായിട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, അമ്മയ്ക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു കാര്യം. അമ്മയ്ക്ക് തോർത്ത് വിരിച്ചിട്ട് ഗുളിക കഴിഞ്ഞിട്ട് തോർത്ത് വിരിച്ചിട്ട് ഇല്ലെങ്കിൽ വഴക്ക് മതി. അതും അപ്പൂസ് ശരിയാക്കിയിരിക്കുന്നു കേട്ടോ. എനിക്ക് ഒട്ടും ഇഷ്ടമുള്ളതൊരു കാര്യമാണ് അത്. എപ്പോഴും എന്നും ഞാനും അപ്പൂസും തമ്മിൽ അടി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ അത്.
ഇനി എവിടെ വരയ്ക്കാനാ? ഇവിടെ വരയ്ക്കാം. മതി. ഉണ്ടായിരുന്ന ഇത് എനിക്ക് തന്നെ പണിയാവുന്നുണ്ട്. അടുത്തത് ഓക്കെ. അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു കാര്യം. ഏറ്റവും കൂടുതൽ അമ്മയ്ക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു കാര്യം. അമ്മയ്ക്ക് അമ്മ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ടല്ലോ. അമ്മയ്ക്ക് ഇഷ്ടമാണല്ലോ. പണിയാണോ ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നത്? അതല്ല, എനിക്ക് കുറെ കാര്യങ്ങളുണ്ടല്ലോ അമ്മയ്ക്ക് ഇഷ്ടമുള്ളത്. ഡാൻസ് കളിക്കുക, പിന്നെ പാട്ട് കേൾക്കുക, പിന്നെ റീൽസ് ചെയ്യുക, അങ്ങനെയൊക്കെ. അതിൻ്റെ അകത്ത് ഏറ്റവും ഇഷ്ടമുള്ള, അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുക, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ട്രാവൽ ചെയ്യുക, നല്ല ഫുഡ് കഴിക്കുക, അങ്ങനെയൊക്കെ. അതിലേറ്റവും ഇഷ്ടമുള്ള കാര്യം എന്തു പറ്റി? ട്രാവൽ ചെയ്യാ. ട്രാവൽ ചെയ്യാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എന്നെ വരയ്ക്കാൻ താലും ഇല്ല. ഓക്കെ, അപ്പൊ അതും ക്ലാപ്പ് ചെയ്യേ. ആ, കൈ കൊട്ടിക്കേ. അയ്യോ, കൈ കൊട്ടിക്കേ. ആ, അപ്പൊ ചേട്ടാ അതിലും ജയിച്ചിരിക്കുന്നു. ചേട്ടാ ജയിച്ചേ. അടുത്തത് അമ്മയുടെ ബർത്ത്ഡേ. ഇതെന്തായാലും പുസ് പറയില്ല. എന്നാണ് അമ്മയുടെ ബർത്ത്ഡേ? 21-ാം തീയതി. പോന്നാട് 21-ാം തീയതി ഒന്നല്ല. അമ്മയുടെ ബർത്ത്ഡേ എന്നാണ്? 26-ാം തീയതി. ഹായ് പറ. 23-ാം തീയതി. അല്ല, ഇത് അപ്പൂസിന് അറിയില്ല. ഇത് അപ്പൂസ് എന്തായാലും പറയാൻ പോകുന്നില്ല. അപ്പൊ ഞാൻ വരയ്ക്കാവേ. ഞാൻ വരയ്ക്കാൻ പോവാണേ. അപ്പൊ അവനും ഒരു മീശയായി, എനിക്കും ഒരു മീശയായി കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. അമ്മയ്ക്ക് ചെയ്യാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത വീട്ടിലെ ഒരു ജോലി. പണി. വീട്ടിലെ പണികളില് ഏത് പണിയാണ് അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്ത? ഒരുപാട് പണികൾ ചെയ്യാറുണ്ടല്ലോ. അടിച്ചുവാരല്, തുടക്കല്, പാത്രങ്ങളില്, തുണികൾക്ക്. തുടക്കല്. അല്ല, പാത്രം കഴുകല്. അല്ല. അമ്മക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് തുടക്കലാണ്. അല്ലേ? അല്ല. ഇത് ഞാൻ പറയട്ടെ. ഞാൻ പറയട്ടെ. മാറാല തൂക്കണെങ്കിൽ അതൊരിക്കലും അപ്പൂസ് പറയില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പൊ ഞാൻ അടുത്ത വരയ്ക്കാൻ പോവാണേ. കണ്ണടി നോക്ക്. അല്ല, അത് നോക്ക്. അമ്മക്ക് എത്രയാ? 1, 2, 3, 4. ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ. അമ്മയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പെറ്റിന്റെ പേര്. അതായത് ഏത് പെറ്റിന്റെ അമ്മയ്ക്ക് കൂടുതൽ ഇഷ്ടം? അല്ല, കാറ്റ്. ഉറപ്പാണോ? ഡോഗ്. ഉറപ്പാണോ? കൺഫേം ചെയ്ത് പറയണം. ഇവിടെ ഇരി. ഡോഗല്ല. അല്ല, കാറ്റ്. അതിവിടെ കാറ്റ് ഉള്ളത് കൊണ്ടല്ലേ പറയണേ കാറ്റെന്ന്? കാറ്റാണോ? അല്ല, ഗോട്ട്. ഏതെങ്കിലും ഒന്ന് ഉറപ്പിച്ച് പറ. കാറ്റ്. വേഗം പറഞ്ഞിട്ട് വേണം എനിക്ക് വരയ്ക്കാൻ. കാറ്റല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം ആട്ടുകുഞ്ഞിന്. ഒരെണ്ണം കൺഫേം ചെയ്യാൻ പറഞ്ഞപ്പം എന്തെന്നാ പറഞ്ഞത്? ഒരെണ്ണം കൺഫേം ചെയ്ത് പറയുമ്പോ പറഞ്ഞില്ലല്ലോ. അപ്പൊ ലാസ്റ്റ് ക്വസ്റ്റിന് അപ്പൂസിന് വരയ്ക്കാൻ പോവാണേ. അമ്മയുടെ കൊളമായി. അമ്മക്ക് എത്ര ഇപ്പൊ വരാ? ഓക്കെ, അപ്പൊ കളി തീർന്നു. ഇനി എത്ര വര ഉണ്ടെന്ന് നോക്കാം. അപ്പുവിന്റെ മുഖത്ത് 1, 2, 3, 4. അപ്പുവിന്റെ മുഖത്ത് 4 വരെയാണ് കേട്ടോ ഉള്ളത്. എന്റെ മുഖത്ത് എത്ര വരെ ഉണ്ടെന്ന് നോക്കാം. 1, 2, 3, 4, 5. അയ്യോടാ. അപ്പൊ ഞാൻ വിജയ്. അപ്പുവാണ് ഈ ഗെയിമിൽ ജയിച്ചിരിക്കുന്നത്. അപ്പുവിന് ഏറെ കുറച്ച് കാര്യങ്ങളൊക്കെ എന്നെ പറ്റി അറിയാം. അപ്പൊ
ഞങ്ങളുടെ മോത്തിന്റെ കോലം. ഞാൻ നല്ല ഭംഗിക്ക് അവനെ വരച്ചു വെച്ചു. പക്ഷെ അവൻ കാണിച്ചു വെച്ചാൽ നോക്കൂ, അവിടെ ഒരു വര, ഇവിടെ ഒരു വര. അവനെ നല്ല ഭംഗിക്ക് നല്ല സുന്ദരനാക്കി. അപ്പൂസ് ഈ ഗെയിമിൽ വിൻ ചെയ്തതായിട്ട് നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പൂസിന് കുറച്ച് കാര്യങ്ങളൊക്കെ എന്നെ പറ്റി അറിയാവുന്നതാണ്. എന്നിട്ടാണ് അപ്പൂസ് കുരുത്തക്കേട് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ തീർന്നിരിക്കുന്നു. എല്ലാവർക്കും ടാറ്റ കൊടുക്കും, ടാറ്റ കൊടുക്ക്. അപ്പൊ ഓക്കെ, നമുക്ക് ഈ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.